പ്ലസിൽ ഇമ്പോർട്ട് മൊഡ്യൂൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ സ്കൂളിലേക്ക് പുതുതായി വന്നു ചേർന്ന കുട്ടികൾ, അതായത് കഴിഞ്ഞ വർഷം മറ്റു സ്കൂളുകളിൽ യൂട്ടിലൈസ്ഡ് ഉണ്ടായിരുന്ന കുട്ടികളെ അവർ പ്രൊമോഷൻ ആക്ടിവിറ്റി ഫൈനലൈസ് ചെയ്ത് ഡ്രോപ്ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ടാകും. ആ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്ന് നോക്കാം നമുക്ക്. അതിന് സ്കൂൾ മൂവ്മെന്റ് ആൻഡ് പ്രോഗ്രഷൻ എന്നുള്ളതിൽ പോയിട്ട് ഇമ്പോർട്ട് മൊഡ്യൂൾ സെലക്ട് ചെയ്യും. ദെൻ വിത്തിൻ സ്റ്റേറ്റിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് കൊടുക്കുക. ദെൻ കുട്ടിയുടെ പെൻ നമ്പർ അറിയാമെങ്കിൽ നേരെ പെൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് നമുക്ക് കുട്ടിയെ റിട്രീവ് ചെയ്യാം. അല്ല, പെൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് പെൻ ആൻഡ് DOB എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ കുട്ടിയുടെ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് കുട്ടിയുടെ പെൻ നമ്പർ കിട്ടാൻ സാധിക്കും. അപ്പൊ ഞാനൊരു കുട്ടിയുടെ പെൻ നമ്പർ എടുക്കാൻ നോക്കുകയാണ്. ദെൻ എനിക്ക് ആ കുട്ടിയുടെ പെൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ പെൻ നമ്പർ കോപ്പി ചെയ്യുന്നു. ദെൻ സ്റ്റുഡന്റ് പെൻ എന്നുള്ളതിൽ പേസ്റ്റ് ചെയ്ത് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് ഡ്രോപ്ബോക്സിലാണ്. ആ സ്കൂളിൽ കുട്ടിയെ ഡ്രോപ്ബോക്സിലേക്ക് മാറ്റിയത് കാരണം കുട്ടിയുടെ സ്റ്റാറ്റസ് ഡ്രോപ്ബോക്സ് കറണ്ട് സ്കൂളിംഗ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഡ്രോപ്ബോക്സിൽ കാണിക്കുന്നുണ്ട്. ദെൻ നമ്മൾ നമ്മുടെ സ്കൂളിലെ ഏത് ക്ലാസ്സിലേക്കാണോ കുട്ടിയെ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ക്ലാസ്സും ഡിവിഷനും സെലക്ട് ചെയ്യാം. ഇപ്പൊ ഈ കുട്ടിയെ എനിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ സ്കൂളിൽ 7C ദെൻ ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നുള്ളിടത്ത് 3/6/2025 എന്ന് കൊടുക്കുക. ദെൻ ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് കൺഫർമേഷൻ ചോദിക്കും. ദെൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ് സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് എന്ന് കാണിക്കും. ഇനി ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത കുട്ടികളുടെ GP, EP, FP എന്നിവ പൂർത്തിയാക്കിയാൽ ആ കുട്ടി സക്സസ്ഫുള്ളി കുട്ടിയുടെ ഡാറ്റ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ദെൻ ഇമ്പോർട്ട് മൊഡ്യൂളിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റിന് വന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് എന്നുള്ളതിന് പകരം ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.